ചേട്ടൻ വെച്ച് പച്ചക്കറി വാങ്ങണം. അപ്പം നാളെ ഏട്ടന് ചോറ് കൊടുത്തുവിടണം രാവിലെ. അപ്പം കരിഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കറമ്പിപ്പൂച്ച ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടിനായിട്ട്. ആ സന്ധ്യയ്ക്ക് രാത്രിയൊക്കെ എൻ്റെ കൂടെ തന്നെ ആൾ നമ്മുടെ അടുക്കള കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ കാണും ആൾ കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ അവിയലും സാമ്പാറും ഒക്കെ ആക്കി, പിന്നെ ഇല വാട്ടി കറി കൊണ്ടുപോകാൻ വേണ്ടി ഇലയൊക്കെ വാട്ടി പെട്ടെന്ന് ചോറൊക്കെ ആക്കി കൊടുത്തു വിട്ട് ആൾക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ്. പിന്നെ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയി കേട്ടോ. ഞാൻ വീട്ടിലോട്ട് ചെന്നപ്പോൾ നമ്മുടെ കറമ്പിപ്പൂച്ച പട്ടിയുടെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ, രണ്ടുപേരും. ഞാൻ പിന്നെ അവന്മാർക്ക് വെച്ച് ബ്രെഡൊക്കെ വെച്ച് കൊടുത്തു. അവന്മാർ കുറച്ച് നേരം എൻ്റെ കൂടെ നിന്ന് കളിച്ചിട്ടോ. ഭയങ്കര ഒരാളെ സ്നേഹിക്കുമ്പോൾ ഒരാൾക്ക് ഭയങ്കര വിഷമം കേട്ടോ. ഭയങ്കര കുറുമ്പ് രണ്ടെണ്ണത്തിന്. എന്നിട്ട് പിന്നെ അയ്യം തോറും എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ വന്ന് വല്ലവരും കയ്യിൽ നിന്ന് അടി ഇടിയൊക്കെ മേടിച്ചിട്ടൊക്കെ വരും നമ്മുടെ വീട്ടിലോട്ട് കേട്ടോ. ഉച്ചയൊക്കെ ആകുമ്പോൾ ചോറുണ്ണാൻ അമ്മ തന്നെ ചോറൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. ഇത് ഞാനിവിടെ കരുനാഗപ്പള്ളി വരെ പോകണമായിരുന്നു. നമ്മൾ പരാഗ് എന്ന് പറഞ്ഞ തുണിക്കട വരെ പോകണമായിരുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കും ഈ കട. മെറ്റീരിയലൊക്കെ കിട്ടുന്ന നല്ല കട കേട്ടോ. ഒത്തിരി നമ്മൾ ബ്ലൗസ് പീസ് ആയാലും പാവാടയുടെ ആയാലും സാരീസിൻ്റെ എല്ലാം നല്ല കളക്ഷൻ അവിടെ. അങ്ങനെ പാവാടയ്ക്കുള്ള ഉടുപ്പൊക്കെ എടുക്കാൻ വേണ്ടി പോയി, തുണി പീസ് എടുക്കാൻ വേണ്ടി.